നമ്മുടെ പൂർവികരുടെ ജീവൻ രക്തസാക്ഷികളായത് ഈ സാഹോദര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഈ സാഹോദര്യം നിലനിർത്താൻ വേണ്ടിയാണ്. ഈ സഹവർത്തിത്വത്തിന് പോറലേൽക്കാതെ അതിനെ ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരം ചെയ്തത് അതിനുകൂടി വേണ്ടിയാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല. അപ്പൊ സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും ഒരുപോലെ ചെറുത്തു നിന്ന് പോരാടി ജീവൻ കൊടുത്തു വാങ്ങിയ ഒരു നാട്ടിൽ ആ സാഹോദര്യത്തെയും സഹവർത്തിത്വത്തെയും പരിക്കേൽപ്പിക്കുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് സോളിഡാരിറ്റിയും ജമാഅത്തെ ഇസ്ലാമിയും ഈ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ നാടിനു വേണ്ടിയുള്ള സമരമാണ്. ഈ നാട് ആർജിച്ചെടുത്ത നട്ടെല്ലെന്ന് പറഞ്ഞ നിലപാട് സംരക്ഷിക്കാൻ വേണ്ടി ചരിത്രപരമായ ദൗത്യമാണ് ഈ പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തെ എങ്ങനെയാണ് നിലയുറപ്പിച്ചത്. മമ്പുറം പള്ളി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണ്. ആ പള്ളിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ മമ്പുറം തങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോൾ അവിടെ ആ ഖുതുബ ശ്രവിക്കാൻ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ പള്ളിയിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രഖ്യാപനങ്ങൾ മമ്പുറം തങ്ങളുടെ ഖുതുബയ്ക്ക് ശേഷം അവിടെ പ്രഖ്യാപിച്ചത് മാധവമേനോനായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുപോലെ തന്നെ മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രഭാഷണങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത് വിമോചനപരത ഉൾക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനമാണ്. നിങ്ങൾ തമ്പ്രാൻ എന്ന് വിളിക്കരുത്, അന്യന്റെ എച്ചില് ഭക്ഷിക്കരുത്, മനുഷ്യൻ മനുഷ്യനെ കാണുമ്പോൾ വഴിമാറി സഞ്ചരിക്കരുത് തുടങ്ങിയ പ്രഖ്യാപനങ്ങളെല്ലാം അദ്ദേഹം നിർവഹിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. ഇവിടുത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ വന്നാൽ വഴിമാറി നിശ്ചിത ദൂരം സഞ്ചരിക്കേണ്ടി വന്ന ഇവിടുത്തെ ദുർബലരായ മനുഷ്യരുടെ വിമോചനം ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു മതപണ്ഡിതന്റെ വാക്കുകളാണ്. ലോകത്ത് വിമോചനം സ്വപ്നമായി അവശേഷിക്കുന്ന ഒരു ജനതയെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിച്ച ചരിത്രം കേരള ചരിത്രത്തിനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ചരിത്രത്തിന്റെ ആഹ്വാനങ്ങളെ ശിരസാവഹിച്ചുകൊണ്ടാണ് നമ്മൾ സഹവർത്തിത്വത്തിൽ വേരാണ്ട് നിൽക്കുന്നത്. ഈ സഹവർത്തിത്വത്തെ ഇതുപോലെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ കൊടുത്ത ത്യാഗത്തിന്റെ കയ്യും കണക്കുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് 10-25,000 ആളുകളെ ഈ നാട് കടത്തിയിട്ടുണ്ട്. അന്തമാനിലേക്കും ആസാമിലേക്കും നാട് കടത്തി തങ്ങളുടെ ജനിച്ച നാടിന്റെ ഗന്ധം തടഞ്ഞു വെച്ച് ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ പിഴുതെറിഞ്ഞ് അനേകം ആളുകൾ രാജ്യം തിരിച്ചു പോയിട്ടുണ്ട്. 10,000-കണക്കിന് മനുഷ്യർ ജയിലുകളിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, തോളോട് തോള് ചേർന്ന് ഈ രാജ്യത്ത് ജീവിക്കാൻ എല്ലാ സമുദായങ്ങൾക്കും സാധ്യമാകുന്ന ഒരു സഹവർത്തിത്വത്തിന്റെ അന്തരീക്ഷം രൂപപ്പെടുത്താൻ കൂടിയായിരുന്നു അവരങ്ങനെ ചെയ്തത്. അതിനാണ് ഇപ്പോൾ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൊട്ടിഘോഷിക്കുന്ന കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നതുണ്ട്. കേരളീയ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി ഇവിടത്തെ ഇടതുപെട്ട സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത്? ഇവിടെ എല്ലാവർക്കും ജാതി മതഭേദമന്യേ സൗഹാർദ്ദത്തോടും സഹവർത്തിത്വത്തോടെയും ജീവിക്കാനുള്ള അന്തരീക്ഷം, മതനിരപേക്ഷമായ ഒരു സൗഹാർദ്ദം രൂപപ്പെടുത്തിയത് ഞങ്ങളാണ് എന്നവർ അവകാശപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ അവരത് നൽകിയിട്ടില്ല എന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ അതിന്റെ മണ്ണൊരുക്കിയത്, അതിന് വിത്തുപാകിയത്, ഹിന്ദുവിനും മുസ്ലിമിനും മതാതീതമായി ചിന്തിക്കാനും അവരെ തോളോട് തോള് ചേർത്ത് ഒരുമിച്ച് ചേർത്ത് നിർത്താനും അതിന് വെള്ളവും വളവും നൽകിയത് ഇവിടത്തെ പൂർവികരായ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. അതിൽ കാലുറപ്പിച്ചിട്ടാണ് ഇവിടത്തെ മതനിരപേക്ഷ സൗഹാർദ്ദത്തിന്റെ അവകാശവാദം പോലും നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആ അവകാശവാദത്തെ സ്വയം റദ്ദു ചെയ്യുകയാണ്. ഈ വാദത്തിനു വേണ്ടി സമ്മതിച്ചു തരാം. ഈ കേരളത്തിലെ മതനിരപേക്ഷമായ സൗഹാർദ്ദ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്കാണ് 100% ക്രെഡിറ്റ് എന്ന അവകാശവാദം അംഗീകരിച്ചാൽ പോലും നിങ്ങളുടെ അസ്തിത്വത്തെ റദ്ദു ചെയ്യുന്ന പ്രഖ്യാപനങ്ങളാണ് സമീപനാളുകളിൽ നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിദ്വേഷ പ്രചാരണം എന്ന് പറയുന്നത് ഈ നാട് നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സൗഹാർദ്ദ അന്തരീക്ഷത്തെ, സാമൂഹ്യ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം മാത്രമല്ല, ഇത് സോളിഡാരിറ്റിയുടെ വിഷയം മാത്രമല്ല, ഇത് മുസ്ലിം ലീഗിന്റെ വിഷയമല്ല, ഇത് കോൺഗ്രസിന്റെ വിഷയമല്ല, ഇത് CPM-ന്റെയും വിഷയമാണ്. ഈ നാടിനെയും നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരുടെയും വിഷയമാണ്. നിങ്ങൾ
ഈ കാണിക്കുന്ന പ്രവർത്തികൾ നിങ്ങളുടെ തന്നെ അസ്തിത്വത്തെയും ഈ നാട് നിലനിർത്തിപ്പോന്ന പാരമ്പര്യത്തെയും ഈ നാടിന്റെ സംസ്കാരത്തെയും പരിക്കേൽപ്പിക്കുന്നതാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശൂരിൽ നിങ്ങൾ കണ്ടത്. വിഷവിദ്വേഷത്തിന്റെ, പരമത നിന്ദയുടെ, അതുപോലെ തന്നെ വിഷലിപ്തമായ അജണ്ടകളുടെ, ആ ഇസ്ലാമോഫോബിയ നിർമ്മാണത്തിന്റെ ഫാക്ടറികൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നിടത്ത് വലിയൊരു ദ്വാരം നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്, വലിയൊരു ഗ്യാപ്പ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഗ്യാപ്പിന്റെ ഉത്തരവാദി ആരാണ്? യഥാർത്ഥത്തിൽ BJPക്കും സംഘപരിവാറിനുമെല്ലാം ഇവിടെ വാഴാനും ആധിപത്യം ഉറപ്പിക്കാനുമുള്ള ചെറിയ ചെറിയ തുരത്തുകൾ, ചെറിയ ചെറിയ ഇടങ്ങൾ ആരാണ് സമ്മാനിച്ചത്? അത് ആത്മപരിശോധന നടത്തേണ്ടതാണ്. സ്വയം വിമർശനം നിങ്ങൾ നടത്തേണ്ടതാണ്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു. സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. വരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസുകളുണ്ട്. ഇതിലൊക്കെ കേരളത്തോടും സ്വന്തം പാർട്ടിയോടും പ്രതിബദ്ധതയുള്ള സഖാക്കൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മൂല്യബോധം നിങ്ങളുടെ ഹൃദയത്തിൽ ഇനിയും തുടച്ച് മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം ശേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ആത്മവിമർശനം നടത്തി ഈ പ്രോസസ്സിനെ തിരുത്താൻ ആർജവം കാണിച്ചേ മതിയാവും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ നശിക്കുന്നത്, നഷ്ടപ്പെടുന്നത് സ്ഥൈര്യത്തോടുകൂടിയും സ്വൈര്യത്തോടുകൂടിയുമുള്ള ജീവിതമാണ്. അത് മുസ്ലിമിനെ മാത്രമല്ല ബാധിക്കുക, ഇവിടത്തെ ഹിന്ദുവിനെ ബാധിക്കും, ഇവിടത്തെ ക്രിസ്ത്യാനികളെ ബാധിക്കും. അതുപോലെ സംഘപരിവാറിന് വേണ്ടി കുടലൂതുന്നവരെയും അതിനെ എതിർക്കുന്നവരെയും അവരുടെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ എല്ലാം തകിടം മറിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ വന്ന് അവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രസംഗിച്ച് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ആളുകളെല്ലാം വർഗീയവാദികളാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ഒരു BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ പേരിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഗണപതി വട്ടമാണ്. സുൽത്താൻ ബത്തേരിയുടെ ഒറിജിനൽ പേര് അതാണ്. ഞാൻ ജയിച്ചാൽ ഈ പേര് മാറ്റുമെന്നാണ്. ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ അധ്യക്ഷന്റെ ഈ വംശീയവാദത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് CPM പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വാദത്തിലുള്ളത് എന്ന് നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചാൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. എന്തിനാണ് വ്യത്യസ്ത നിലയങ്ങളിൽ നിന്ന് ഒരേ ട്യൂണുള്ള സംഗീതം നിങ്ങൾ ആലപിക്കുന്നത്? ഒരു നിലയം അടച്ചുകൂട്ടി സീല് വെച്ച് എല്ലാവരും ഒരു നിലയത്തിൽ വന്നാൽ കുറെ കൂടി ടീം സ്പിരിറ്റോടുകൂടി നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണി നിർവഹിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ നിങ്ങൾ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഗണപതി വട്ടമാണ് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു പ്രഖ്യാപനമല്ല. വയനാടിലെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തവർ വർഗീയവാദികളാണ്. വർഗീയവാദികളുടെ പിന്തുണയോടുകൂടിയാണ് അവർ വിജയിച്ചതെന്ന്. ഇതിന്റെ പ്രത്യാഘാതം സുൽത്താൻ ബത്തേരിയിൽ ഒതുങ്ങിയതായിരുന്നില്ല. നിങ്ങള് അന്ന് അതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഹിന്ദി, അതുപോലെ മറാത്തി, ബംഗാളി, അങ്ങനെ പ്രാദേശിക ഭാഷകളിലുള്ള മാധ്യമങ്ങൾ, പ്രിന്റ്, വിഷ്വൽ മീഡിയകൾ എല്ലാം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യ മുന്നണിയും അവര് ഭീകരവാദികളുടെയും വർഗീയവാദികളുടെയും സപ്പോർട്ടോടുകൂടി ജയിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ വിജയം ഇന്ത്യക്ക് പരിക്കേൽപ്പിക്കുന്നതാണ്. അതിന്റെ ഏറ്റവും മൂർത്തമായ ഒരു ആരോപണമാണ് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി നടത്തിയത്. കേരളം ഒരു മിനി പാകിസ്ഥാനാണ്. ഇത് പറഞ്ഞപ്പോ ഹാലിളകി. ഈ പോളിറ്റ് ബ്യൂറോ മെമ്പറും അതുപോലെ കേരളം ഭരിക്കുന്ന നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പാർട്ടി ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയാൽ നമുക്കത് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു സംഘം ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ മുമ്പും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവര് അങ്ങനത്തെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എഴുത്തുകളും നടത്തുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഈ വെറുപ്പ് ഉൽപാദന ക്യാമ്പയിനിന്റെ വെറുപ്പ് ധാരാളം പ്രസരിപ്പിക്കുന്ന ഈ ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ സ്നേഹബുദ്ധിയാ തിരുത്തുകയും അവരോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കരുതെന്ന് ശാസിക്കുകയും അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നവരെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും അവരെ തടങ്കൽ വെക്കുകയും ചെയ്യേണ്ട ബാധ്യതപ്പെട്ട ആളുകൾ ലക്കും ലഗാനുമില്ലാതെ സ്ഥലകാലബോധമില്ലാതെ വാലിൽ തീ പിടിച്ചതുപോലെ അങ്ങനെ
അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വിഷലിപ്തമായ പ്രസ്താവനകളാണ്. ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ വിഷലിപ്തമായ ഫാക്ടറികൾക്ക് വലിയ മരുന്നാണ്, വലിയ ഫാക്ടറികൾ തന്നെയാണ് CPM നിർമ്മിച്ചു കൊടുത്തത്. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഈ കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പറഞ്ഞപ്പോ കേരളത്തിൽ എല്ലാവരും, പ്രത്യേകിച്ച് CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ, മന്ത്രിമാർ, അവരുടെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കം അതിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറയുന്നവർ വർഗീയവാദികളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ അവർക്ക് രൂപീകരിച്ചു കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ CPM ആണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തെ വർഗീയവാദികളുടെ കേന്ദ്രമെന്ന് സംഘപരിവാറിന്റെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരേശന് ശക്തി പ്രാപിച്ചത് CPM-ന്റെ കൂടി പിന്തുണയോടുകൂടിയാണ്. അതുകൊണ്ടാണല്ലോ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന 2030 കേരളം ഒരു ഇസ്ലാമിക രാജ്യമാകും എന്ന് പ്രസ്താവിച്ചത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. അതെവിടെ നിന്നാണ് പ്രഖ്യാപിച്ചത്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയാണ്. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. അങ്ങനെ ആ ലവ് ജിഹാദിന്റെ ഉദ്ദേശം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ പെരുപ്പിക്കുകയും അങ്ങനെ കേരളത്തിൽ മുസ്ലിം രാജ്യം ഉണ്ടാകാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്ന സംഘങ്ങളും സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നാണ്. അത് അങ്ങനെ ആ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ആശയം UP-യിൽ ഒരു നിയമമായി രൂപപ്പെടുകയാണ്. അങ്ങനെ മിശ്രവിവാഹങ്ങൾ നടത്തുന്നത് നിയമവിരുദ്ധമായ ഒരു നിയമം, ഒരു ഓർഡിനൻസ് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് പാസാക്കിയാണ്. പത്രക്കാർ യോഗി ആദിത്യനാഥിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമം സ്വാതന്ത്ര്യത്തെയും മനുഷ്യന്റെ ജീവിത വ്യവഹാരങ്ങളെയും തടസ്സപ്പെടുത്തുന്ന നിയമമല്ലേ? ഇത് യഥാർത്ഥത്തിൽ ഇതിനെന്ത് പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോ യോഗി ആദിത്യനാഥ് പറഞ്ഞത്, ഞാനല്ലേ എന്ന് പറഞ്ഞത്, കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്യാൻ, റഫറൻസായി സ്വീകരിക്കാൻ, അവലംബമായി സ്വീകരിക്കാൻ സംഘപരിവാർ നേതാക്കൾക്ക് കഴിയും വിധം ഒരു റഫറൻസായി മാറിയ അവസ്ഥ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അതുപോലെ തന്നെ അവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. എന്ത് മാരകമായ പ്രസ്താവനകൾ നടത്തുമ്പോഴും ഡൽഹിയിൽ പോയിട്ടാണ് പത്രസമ്മേളനം നടത്തുക. ഹിന്ദു എന്ന് പറയുന്ന നാഷണൽ പ്രിന്റ് മീഡിയക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നൽകിയത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം പറയുന്നത്, മലപ്പുറം സ്വർണ്ണക്കടത്തിന്റെയും കള്ളക്കടത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും കേന്ദ്രമാണ്. അവിടെ നിന്ന് പിടിച്ച കേസ് എന്ന് പറയുന്നത് മലപ്പുറത്തെ കുറിച്ച് രാജ്യദ്രോഹ കേന്ദ്രമായി അദ്ദേഹം ചിത്രീകരിക്കാൻ ഈ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉപയോഗിച്ചതാരാണ്? ഇത് ഒരു ലഘുലേഖ കണക്ക് ഉത്തരേന്ത്യൻ തെരുവുകളിൽ, അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പത്രമാധ്യമങ്ങളിൽ, സൈബർ ഹാൻഡിലുകളിൽ, സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫേക്ക് ഐഡികളിലെല്ലാം ഇടതുപക്ഷ സഖാക്കളെക്കാൾ കൂടുതൽ വിശുദ്ധമായ രേടായി സ്വീകരിച്ചത് സംഘപരിവാറാണ്. അവർക്ക് റഫറൻസ് ആരാണ്? ഞങ്ങൾ പറഞ്ഞതല്ല, കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ കേരള വസ്തുതാവിരുദ്ധമായ പച്ചക്കള്ളം, വ്യാജം, അത് യഥാർത്ഥത്തിൽ പടച്ചുവിടുന്ന സംഘപരിവാറിന്റെ വിഷലിപ്തമായ ഫാക്ടറികളെ തോൽപ്പിക്കുന്ന വിധത്തിൽ അതിനോട് മത്സരിക്കുന്ന സമീപനമാണ് സമീപകാലങ്ങളിൽ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലവ് ജിഹാദ്, മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇതെല്ലാം എന്ത് കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന് നൽകിയത്, നമ്മുടെ ദേശത്തിന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? അതൊന്ന് മുസ്ലിം വിരുദ്ധ സമീപനമാണ്. രണ്ടാമത്തെ ഇസ്ലാമോഫോബിയ എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക സമൂഹത്തെ, അവർ ജീവിക്കുന്ന പ്രദേശത്തെ, അവർക്ക് ഭൂരിപക്ഷമുള്ള സംസ്കാര ഇടങ്ങളെ, അതുപോലെ തന്നെ അവരുടെ ചിഹ്നങ്ങളെയെല്ലാം ഭീകരവൽക്കരിക്കുക എന്ന ഇസ്ലാമോഫോബിയ മനോഹരമായി കേരളത്തിൽ ഒരു അണുകിട വ്യത്യാസവുമില്ലാതെ പയറ്റിക്കൊണ്ടിരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പണിയാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി നിങ്ങൾ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ ക്യാമ്പയിനല്ല, ഇസ്ലാം വിരുദ്ധ ക്യാമ്പയിനാണ്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം നാസ്തികരുടെയൊക്കെ, അതുപോലെ സ്വതന്ത്ര ചിന്തകരുടെ, ഫ്രീ തിങ്കേഴ്സിന്റെ അടിമനായ ഹംസ എന്ന് പറയുന്ന ഒരു സഹോദരൻ അതെല്ലാം അവസാനിപ്പിച്ച് ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല.
ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയാൻ, ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമി അറ്റാക്ക് ചെയ്യുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇസ്ലാമിനെ ആദ്യം വിമർശിച്ചാൽ അത് ഞങ്ങളുടെ ജനസ്വാധീനത്തെയും മറ്റുമെല്ലാം പിടിച്ചു വെക്കുന്നത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി ഇസ്ലാമിനെ ആക്രമിക്കുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി ആക്രമിക്കുക. ഇത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതല്ല, ഇത് അങ്ങനെ ഒരു സിദ്ധാന്തവും ആശയം രൂപീകരിച്ച ആള് തുറന്നു പറയാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണമല്ല, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു സംവിധാനങ്ങൾക്കെതിരെയുള്ള ആരോപണമല്ല, ഇത് ഉത്തം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആരോപണമാണ് എന്ന് പറഞ്ഞപ്പോ അല്ല, ചില ആളുകളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഇസ്ലാമോഫോബിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ സംഘടനാ പക്ഷപാതിത്വവും ഇടതുപക്ഷത്തോടുള്ള വിധേയത്വവും കൂടുതൽ തെളിയിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു, അല്ല, ഇത് നിങ്ങൾക്ക് കൂടി ബാധകമായ കാര്യമാണ്. ഇത് അവർ തന്നെ തുറന്നു പറയാൻ. ആ തുറന്നു പറയുമ്പോ ആർജവമുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ മാധ്യമ ദിനപത്രത്തിൽ നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദ ചപ്പ ഏറ്റെടുക്കാൻ കഴിയില്ല, അല്ലെ തീവ്രവാദ ചാപ്പ കുത്തുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന് പറയാൻ ആർജവമുള്ള മതസംഘടനകളുടെ നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതൊരു നിലപാടാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വർഗീയവാദികളും തീവ്രവാദികളും ഭീകരവാദികളുമാക്കുക, ആദ്യം ഒരു സംഘടനയെ ആക്രമിക്കുക, പിന്നെ രണ്ടെണ്ണമാക്കുക, പിന്നെ മൊത്തം മുസ്ലിങ്ങൾ എങ്ങനെയാണ്, പിന്നെ അതിൽ മിതവാദികളുണ്ട്, അതിൽ ഭീകരവാദികളുണ്ട്, അതിൽ മതേതരവാദികളുണ്ട് എന്ന് വേർതിരിക്കുക. അങ്ങനെ ബാഡ് മുസ്ലിം ഗുഡ് മുസ്ലിം എന്ന സർട്ടിഫിക്കറ്റ് നൽകുക. യൂറോപ്പ് ലോകത്ത് ഇസ്ലാമിനെതിരെ ശ്രദ്ധിച്ച ഏറ്റവും ഒന്നാം തരം ഇസ്ലാമോഫോബിയ ഏറ്റവും മനോഹരമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് CPM ആണ്. അത് തിരിച്ചറിഞ്ഞ് ഈ തീവ്രവാദ മുദ്ര ഏറ്റെടുക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്ന നിലപാടിന് നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട കാലത്താണ്. ഇന്നത്തെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുടെ മാധ്യമത്തിലെ ഇന്റർവ്യൂ ആ നിലപാടിന്റെ ഏറ്റവും വലിയ നിദർശനമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദും മലപ്പുറം ജില്ലയെ കുറിച്ചും മാത്രമല്ല, അതുപോലെ മതരാഷ്ട്രവാദം എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മതരാഷ്ട്രം ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം മതരാഷ്ട്രമാണ്. ഞങ്ങള് BJP എതിർക്കുന്നു, ഭൂരിപക്ഷ വർഗീയത എതിർക്കുന്നു, ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്നു എന്ന് ഒരേ ട്യൂണിൽ ഒരേ ബാലൻസിൽ അവർ പറഞ്ഞു തീർക്കുകയാണ്. എന്താണ് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത, എന്താണ് ഇവിടുത്തെ ഭൂരിപക്ഷ ഹിംസ എന്ന് പറയുന്നത് എന്താണെന്ന് പ്രത്യേകം എടുക്കണം. സംഘപരിവാർ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാശയമാണ്. ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ, നിരപരാധികളായ മനുഷ്യരെ ഇഞ്ചിഞ്ചായി തല്ലിക്കൊലകൾ ചെയ്ത, മോബ് ലിഞ്ചിങ്ങിന് നേതൃത്വം നൽകിയ, അനവധി മനുഷ്യരുടെ അവർക്ക് ഉപജീവനം നഷ്ടപ്പെടുത്തിയ, ഈ രാജ്യത്ത് 4000-ത്തിലധികം വംശഹത്യകൾക്ക് നേതൃത്വം നൽകിയ സംഘപരിവാറിന്റെ ഐഡിയോളജി, അതുപോലെ തന്നെ കേരളം ഉണ്ട് എന്ന് ആരോപിക്കുന്ന മറ്റൊരു ഐഡിയോളജിയുമായി താരതമ്യം ചെയ്യാതെ നേർക്കുനേരെ സംഘപരിവാറിന്റെ വിഷലിപ്തമായ വർഗീയതയെ ആർജവത്തോടുകൂടി എതിർക്കാൻ പ്രാണിയില്ലാത്തപ്പോഴാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ന്യൂനപക്ഷ വർഗീയത എതിർക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇത് കേരളത്തിൽ, ഇന്ത്യയിൽ വിഷം വ്യാപിപ്പിച്ചുകൊണ്ട് കൊത്താൻ പാകത്തിൽ പണം വിടർത്തി നിൽക്കുന്ന ഒരു വിഷലിപ്തമായ അജണ്ടയെ നേർക്കുനേരെ അഭിമുഖീകരിക്കാതെ ഞങ്ങൾ ബാലൻസ് ചെയ്ത് അഭിമുഖീകരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, അതിനെ അഭിമുഖീകരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ആശയപരമായ ശേഷി, സംഘടനാപരമായ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരം ആവശ്യങ്ങളിലേക്ക് അവർ വഴിമാറി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മതരാഷ്ട്രം എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുക അതൊരു വ്യാജ ആരോപണമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അതിന്റെ ആശയവും ലക്ഷ്യവുമെല്ലാം അതിന്റെ ആദർശവുമെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഭരണഘടന നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നതാണ്. അതൊരു സ്വകാര്യ സ്വത്തല്ല. അതിന്റെ പബ്ലിഷിംഗ് ഹൗസിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഭരണഘടന കിട്ടും. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കലാണെന്ന് എവിടെയെങ്കിലും ഒരു വരി, ഒരു പദം ഏതെങ്കിലും ഒരു സാഹിത്യത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതുപോലെ തന്നെ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ്, അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കലാണ്. ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു സാഹിത്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും അടിസ്ഥാന നയരേഖ
അതിന്റെ പോളിസി, അതിന്റെ ഭരണഘടനയിൽ ഒരു വാചകം പോലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. പിന്നെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു മതത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വിശലിത്വവും ഹിംസാത്മകവുമായ ഒരു പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ മിച്ചധനവും മൂലധനവും ഉപയോഗിച്ച് ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിനോട് മുഖത്ത് വരൽ ചൂണ്ടി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങളിലേക്ക്, വ്യാജങ്ങളിലേക്ക്, അതുപോലെ അസത്യങ്ങളിലേക്ക് മനുഷ്യൻ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് CPM-ന്റെ സമകാലീനമായ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പറയുന്നത് മതരാഷ്ട്രത്തെ തള്ളിപ്പറഞ്ഞുവെന്നാൽ. ഏത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചിട്ട് 75 വർഷമായി. 7.5 പതിറ്റാണ്ട് സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും പ്രദേശങ്ങളിലുമെല്ലാം ജീവിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച നമുക്ക് കാണാൻ കഴിയും. അതിൽ മതരാഷ്ട്രവാദമില്ല, മതരാഷ്ട്രവാദം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ജീവിത പ്രവർത്തന രീതി, ഒരു ട്രാക്ക് റെക്കോർഡ് ഏത് പ്രസ്ഥാനത്തിനും ഉണ്ടാകും. ആ പ്രസ്ഥാനത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഭീകരവാദത്തിന്റെയോ വർഗീയതയുടെയോ തീവ്രവാദത്തിന്റെയോ ഒരു ലാഞ്ചനയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇടതുപെട്ട പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വിഷലിപ്തമായ ഒരു അജണ്ട ഈ കേരളീയ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കാൻ. അതുകൊണ്ട് താൽക്കാലികമായ നേട്ടങ്ങൾ അവർക്കുണ്ട്. താൽക്കാലികമായ നേട്ടം ഏതെങ്കിലും സീറ്റുകളിൽ ജയിക്കാം, അല്ലെങ്കിൽ അല്പം വോട്ടിംഗ് പെർസെന്റേജ് ഉയർത്താം, അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാം തുടങ്ങിയ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതുപോലെ തന്നെ വ്യാജങ്ങളും ചമച്ചുകൊണ്ട് സംഘപരിവാറിനോട് കിടപിടിക്കുന്ന മത്സരിക്കുന്ന ഒരവസ്ഥ കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുമ്പോ നോ എന്ന് പറയാൻ ആർജവുള്ള കൈകൾ ഉയർന്ന മതിയാവും. നോ എന്ന് പറയാൻ നമ്മുടെ നാവുകൾ ശബ്ദിച്ച മതിയാവും. നോ എന്ന് പറയാൻ ഈ രാജ്യത്തെയും നാടിനെയും സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മനസാക്ഷി ഉണർന്ന മതിയാകും എന്നതിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു ഇപ്പോൾ അതിനെ ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറഞ്ഞു വന്നാൽ ഏത് ഇല്ലാത്ത മതരാഷ്ട്രവാദത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 75 കൊല്ലമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു സാഹിത്യം, ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയ ഏതെങ്കിലും ഒരു ലഘുലേഖ, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ തങ്ങളുടെ ലക്ഷ്യം മതരാഷ്ട്രവാദമാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ലക്ഷ്യം പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയുക? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല എന്നുള്ള സത്യം സമൂഹത്തോട് തുറന്നു പറഞ്ഞപ്പോ അതിൽ ചാള്യത കൊണ്ടുകൊണ്ട് നേരത്തെ അവർക്ക് ഇത് ഉണ്ടായിരുന്നു, അപ്പോഴത് അവർ തള്ളിപ്പറയുകയാണ് ചെയ്തത്. എന്നാൽ ഈ വ്യാജം യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാറാണ്. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ്, കേസ് സ്റ്റഡിയാണ് തൃശ്ശൂരിലെ ലോക്സഭയിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുത്തതാരാണ്? ഇന്ന് സംഘപരിവാറിന് BGM വിട്ടുകൊടുക്കുന്ന ജോലി കേരളത്തിൽ ചെയ്യുന്നത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. സംഘപരിവാറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യുന്നത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. സംഘപരിവാറിന്റെ ഗാനവിരുന്നിന് ഓർക്കസ്ട്ര വായിക്കുന്ന പണി മാത്രമാണ് CPM കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM ഏതാണ്, സംഘപരിവാറിന്റെ ആശയം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കൂടിച്ചേർന്നുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ സ്ട്രാറ്റജിയുടെ ഭാഗമായി സ്വീകരിച്ചതാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കെതിരെയുമുള്ള ആരോപണമാണ് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാൻ. പ്രത്യേകിച്ച് നാസ്തികരായ ആളുകൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിനെയും ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണം അവരുടെ ആളുകൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കാൻ. പിന്നൊന്ന് പറയുന്നത് മൗദൂദിയെ തള്ളിപ്പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി, മൗദൂദി ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വാദങ്ങളാണ്. കേരളത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ്, അതിന്റെ പാരമ്പര്യം എന്താണ്, അത് എൻഗേജ് ചെയ്യുന്ന മേഖലകൾ ഏതാണ് എന്ന് വ്യക്തമായി പറഞ്ഞപ്പോ സയ്യിദ് അബുൽ അല മൗദൂദി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സയ്യിദ് അബുൽ അല മൗദൂദി ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്,
ഒരു നവജാഗരണത്തിന് തുടക്കം കുറിച്ച മഹായുഗ പ്രഭാവനാണ്. അദ്ദേഹത്തിന്റെ നവോത്ഥാന നായകനാണ്. കേരള ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തെ ലോകത്തിന്റെ മുന്നിൽ സമർത്ഥിച്ച പണ്ഡിതനാണ്. അതിലാർക്കും തർക്കമില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം സയ്യിദ് അബുൽ അലാ മൗദൂദിയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നിങ്ങൾ എടുത്തു വായിച്ചാൽ അതിന്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഖുർആനും സുന്നത്തുമാണ്, അല്ലാഹുവും റസൂലുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ്. അതിൽ മൗദൂദിയില്ല, ഒരു പണ്ഡിതനുമില്ല. ഒരു പണ്ഡിതനെയും അതിന്റെ പ്രമാണമായി, അതിന്റെ അടിസ്ഥാനമായി ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചതായി നിങ്ങൾക്കെവിടെയും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ട് മൗദൂദിയെയും തള്ളി എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇതൊരു മൗദൂദിസ്റ്റ് പാർട്ടിയല്ല, ഇതൊരു മൗദൂദി സംഘമല്ല, ഇത് ഇസ്ലാമിക സംഘമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് തന്നെ, അതിന്റെ അർത്ഥം തന്നെ ഇസ്ലാമിക സംഘം എന്നാണ്. അതിന്റെ അടിത്തറ ഇസ്ലാമാണ്, അതിന്റെ പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ്. അത് ലോകത്തെ പ്രത്യയശാസ്ത്രങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്, ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ലോകത്ത് പടർന്നു പന്തലിച്ച് നിൽക്കക്കള്ളിയില്ലാതെ ലോകത്ത് തകർന്ന തരിപ്പണമായി ഭീതിയോടും ഭയത്തോടും കൂടിയല്ലാതെ ആ ചരിത്രത്തെ ഓർക്കാൻ ലോകത്തിന് കഴിയാത്ത വിധം ഭീഭത്സമായ ഒരു ചരിത്രം വർഷങ്ങൾ കൊണ്ട് ലോകത്ത് പടുത്തുയർത്തിയ ഒരു ഭൗതിക പ്രത്യയശാസ്ത്രത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ മുഖാമുഖം അഭിമുഖീകരിക്കാൻ ലോകത്ത് കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നാണ് അതിന്റെ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തിയത്, അതിന്റെ നയങ്ങൾ രൂപപ്പെടുത്തിയത്, അതിന്റെ പോളിസി രൂപപ്പെടുത്തിയത്, അതിന്റെ ഭരണഘടനയെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ വർഗീയതയിലേക്കും ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യസന്ധതയില്ലായ്മയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പല്ലവി രൂപപ്പെടുത്തുകയാണ്. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ നടുക്കിയ ദുരന്തമാണല്ലോ നിങ്ങളുടെ ജില്ലയിൽ നടന്ന ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. കേരളം നടുങ്ങി വിറച്ച, കേരളം ഇന്നേ വരെ കണ്ടാത്ത കാഴ്ചകൾ കണ്ട, കേരളം ഇന്നേ വരെ കാണാത്ത ഭീതിയോടുകൂടി അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ദുരന്തമാണ്, ഡിസാസ്റ്ററാണ് അവിടെ സംഭവിച്ചത്. ആ ദുരന്തത്തിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളം. നിങ്ങൾ ABC എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനൽ ഉണ്ട്. ആ ചാനൽ പറയാൻ അവിടെ മരിച്ചവർ, അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ബംഗ്ലാദേശികളായ ആളുകൾ അവിടെ ഉണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ ഉണ്ട്. ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ എങ്ങനെയാണ് ഇത്രയും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ എത്തിയത്? അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുണ്ട് എന്ന് കേരളത്തിലെ ഒരു ഓൺലൈൻ വീഡിയോ പ്രചരിപ്പിച്ചതാണ്. എത്രമാത്രം പരിഹാസ്യമാണിത്, എത്രമാത്രം ആക്ഷേപാർഹമായ ഒരു കാര്യമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് നടന്ന നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മഹത്യയുണ്ട്, BP ദിവ്യ കേസ്, പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ്. ഈ കേസിലല്ലാത്ത എല്ലാ കേസിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ് ഇതേവരെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പേരിൽ ഞാൻ ഇത് പ്രസംഗിക്കുന്നത് വരെ ആ കേസിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയെ ആരോപിക്കുകയോ ചർത്തുകയോ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ കേസിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ അദ്ദേഹം വോട്ട് വാങ്ങിയത് ഭീകരവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ മുഖാമുഖം ഒരു ജനതയെ അഭിമുഖീകരിക്കാനുള്ള ത്രാണി നഷ്ടപ്പെടുമ്പോ മതത്തെയും വർഗീയതയും ജാതിയെയും അതുപോലെ തന്നെ വിഷലിപ്തമായ അജണ്ടകളെയും തങ്ങളുടെ പോളിസികളായി സ്വീകരിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ നാടിനെ അപകടകരമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ്. ഈ പ്രവണതയെ യഥാർത്ഥത്തിൽ നമ്മൾ ചെറുക്കേണ്ടതാണ്. നിങ്ങളുമായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഭീകരവാദികളുടെ പ്രസ്ഥാനമാണ്, തീവ്രവാദികളുടെ പ്രസ്ഥാനമാണ് എന്നാണ്. എന്ത് ഭീകരവാദമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത്? എന്ത് തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്ത് 75 കൊല്ലമായി ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത് എന്ന് പറയാനും തെളിയിക്കാനുമുള്ള ബാധ്യത കേരളത്തിലെ ഈ പറയുന്ന ആളുകൾക്കുണ്ട്. ഇതാരാണ് പറയുന്നത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സത്യസന്ധതയുണ്ടെങ്കിൽ, താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വല്ല തെളിവുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സത്യത്തിന്റെ അംശമുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്?
തന്റെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ ഭീകരവാദത്തിന്റെ അംശമുണ്ടെങ്കിൽ അവ അന്വേഷണ വിധേയമായി അന്വേഷണത്തിന് ഉത്തരവിട്ട് ആ ഭീകരവാദത്തിന്റെ അംശം കണ്ടുപിടിച്ച് അത് ശരിയാണെങ്കിൽ നടപടിയെടുക്കാനുള്ള ആർജവം കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നാഴികക്ക് 40 വട്ടം സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും വന്ന് പ്രസംഗിച്ച് ഈ വിഷലിപ്തമായ അജണ്ട കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ സാധിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ രംഗത്ത് പോവുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സൈബർ സഖാക്കൾ ഇടപെടുന്ന ഒരു നിലവാരത്തിൽ പോലും ആകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം അധപതിച്ചിരിക്കുകയാണ്. അദ്ദേഹം അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എല്ലാ പ്രസംഗത്തിലും വരികയാണ് ഇത് ഭീകരവാദമാണ്, ഇത് ആഗോള ബന്ധമുള്ള എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം പറയുന്നത് അഫ്ഗാനിസ്ഥാനും യമനും അടക്കമുള്ള രാജ്യങ്ങളുമായി ബന്ധമുള്ള പ്രസ്ഥാനമാണ്. അവിടുത്തെ ഭീകരപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധങ്ങളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആഗോള ബന്ധമുള്ള പ്രസ്ഥാനമാണ്. ആരാണിത് പറയുന്നത്? ഒരു ലോക്കൽ സെക്രട്ടറി അല്ല, ഏരിയ സെക്രട്ടറി അല്ല, ജില്ലാ സെക്രട്ടറിയുമല്ല, കേരളം ഭരിക്കുന്ന ഭരണാധികാരി. അദ്ദേഹത്തിന് അറിയാം താൻ ഉന്നയിക്കുന്ന വാദം 100% വ്യാജമാണ് എന്ന് ഉറച്ചു ഉന്നയിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ CPM നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, സഖാവ് പിണറായി വിജയൻ. വേറെ ഉത്തരവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യസന്ധതയുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യത, അതിനെതിരെ നടപടിയെടുക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ആദർശ പ്രസ്ഥാനമാണ്. അതിന് നിങ്ങൾ വഴിചാരിയതുകൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് വിഷലിപ്തമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോ നോ എന്ന് പറയാൻ കേരളത്തിൽ എല്ലാ സന്ദർഭത്തിലും സത്യത്തിന്റെയും അതുപോലെ തന്നെ നേരിന്റെയും നീതിയുടെയും കൂടെ ആർജവത്തോടുകൂടി സംസാരിച്ച ഒരു ചരിത്ര പാരമ്പര്യമുള്ള സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ എത്ര 1000 തവണ ആവർത്തിച്ചാലും അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിൽ എല്ലാവരും അസ്തമിച്ചാലും ശരി, ഈ കൈകളും ഈ സംഘവും ആർജവത്തോടുകൂടി കേരളത്തിൽ ഉയർന്നു നിൽക്കും. കാരണം അത് നേരാണ്, സത്യമാണ്, നീതിയാണ് എന്ന് ഉറപ്പുള്ള ഏത് കാര്യങ്ങളോടും പ്രതിബദ്ധതയോടുകൂടി സംസാരിക്കാൻ ഇതിന്റെ ധർമ്മവും ആശയവും ആദർശവും പഠിപ്പിക്കുന്നു എന്നാണ് അതിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. ഈ ആശയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണ്. ഇസ്ലാമിന് എന്തൊക്കെ സവിശേഷതകളുണ്ടോ ആ സവിശേഷതകളെല്ലാം ഒട്ടും കുറവ് വരാതെ, ഒട്ടും നേർപ്പിച്ചു കളയാതെ അതിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഇത് ഇലാഹിയാണ്, ഇത് ദൈവികമാണ് എന്നതാണ്. ഇത് ദൈവികമായ ആദർശമാണ്, മനുഷ്യനിർമ്മിത ആദർശമല്ല. മനുഷ്യനിർമ്മിത ആദർശങ്ങൾ ലോകത്ത് പടർന്ന് പന്തലിച്ച് വളരെ വേഗത്തിൽ തകർന്നടിഞ്ഞ ചരിത്രം ലോകത്തിന്റെ സമകാലിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ചരിത്രത്തിന്റെ മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയും, ഇത് താൽക്കാലികമായ പ്രതിഭാസമല്ല. എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. കാരണം രാത്രിയും പകലും എത്തുന്നിടത്തെല്ലാം ഈ ആദർശവും ആശയവും എത്തിച്ചേരുമെന്നാണ്. കാരണം അത് മനുഷ്യർ ആവശ്യമുള്ള ഒരാശയമാണ്, മനുഷ്യന്റെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് എന്ന ആശയമാണ്. അതുകൊണ്ട് ദൈവികമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് മനുഷ്യ നിർമ്മിതമല്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊരു കാര്യം, ഇതിന്റെ സവിശേഷത, ഇത് സമഗ്രമാണ് എന്നതാണ്. സമഗ്രത എന്ന് പറയുന്നത് മനുഷ്യ ജീവിത വ്യവഹാരങ്ങൾ എവിടെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ടോ, എവിടെയൊക്കെ മനുഷ്യൻ എൻഗേജ് ചെയ്യുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം, ആ മേഖലകളിലെല്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അങ്ങനെ സമ്പൂർണ്ണവും സമഗ്രവുമായ ഒരു ആദർശമാണ് ഇസ്ലാം. ആ സവിശേഷത, ഇസ്ലാമിന്റെ സവിശേഷത ഒട്ടും ചോരാതെ ജീവിതത്തിലും കർമ്മമൂല്യങ്ങളിലും കർമ്മമണ്ഡലങ്ങളിലും ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സന്തുലിതമാണ് എന്നതാണ്. ബാലൻസ് ഉള്ള ഒരു ആശയമാണ്, ജീർണതയുള്ള ആശയമല്ല, തീവ്രതയുള്ള ആശയമല്ല, സന്തുലിതമായ ആദർശമാണ്. ഈ സന്തുലിതമായ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ ഏറ്റക്കുറച്ചിലില്ലാതെ ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സവിശേഷത ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നാലാമത്തതിന്റെ സവിശേഷത എന്താണ്? ഇതിന് മുറൂനത്തുണ്ട്,
ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നാണ്. ഇതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നാൽ ഏത് കാലങ്ങളിലേക്കും ദേശങ്ങളിലേക്കും ഇത് പര്യാപ്തമാണ് എന്നതാണ്. ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലേക്കുമെല്ലാം പര്യാപ്തമായ ആദർശമാണ്. മുറൂനത്തുണ്ടെന്നതിന്റെ സവിശേഷതയാണ്. നാലാമത്തെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഇത് സാർവലൗകികമാണ്, സാർവകാലികമാണ് എന്നതാണ്. ഏതെങ്കിലും ഒരു കാലത്തേക്ക്, ഏതെങ്കിലും ഒരു സമുദായത്തിലേക്ക്, ഏതെങ്കിലും ഒരു സമയത്തേക്ക് മാത്രം ഫിറ്റായ ഒരാദർശവും വിശ്വാസവുമല്ല. അങ്ങനെ സാർവലൗകികവും സന്തുലിതവും സമഗ്രവും സമ്പൂർണവും ദൈവികവുമായ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ഈ രാജ്യത്ത് അതിന്റെ മൗലികത ചോരാതെ, അതിന്റെ മൗലികത ഒരിക്കലും നേർപ്പിച്ചു കളയാതെ ആത്മാഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനോട് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിയോജിപ്പുണ്ടാവുക സ്വാഭാവികമാണ്. കാരണം നിങ്ങൾക്ക് ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കാനില്ല. മനുഷ്യന്റെ സമ്പൂർണ്ണ വിമോചനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലില്ല, കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളില്ല, മുതലാളിത്തത്തിന്റെ ചിന്താഗതികളിലോ സാമ്പത്തിക വ്യവഹാരങ്ങളിലോ നിങ്ങൾക്കതിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ സമ്പൂർണ്ണ വിമോചനം എന്ന് പറയുമ്പോൾ അത് ചൂഷണത്തിനെതിരാണ്, ചൂഷകർക്കെതിരാണ്, ചൂഷണത്തിന്റെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും അത് കലഹിക്കുന്നതാണ്, അതിനോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ചൂഷണത്തിന്റെ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ, ഏതെങ്കിലും ഒരു മനുഷ്യ വിഭാഗത്തിന്റെ, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ, സമുദായത്തിന്റെ മാത്രം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഇതിനോട് വിയോജിക്കും. അതുകൊണ്ടാണ് സംഘപരിവാർ ഇസ്ലാമിനെതിരെ വിയോജിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ സമത്വവും സമ്പൂർണതയുമാണ്. കമ്മ്യൂണിസം ഈ പ്രത്യയശാസ്ത്രത്തോട് വിയോജിക്കാനുള്ള കാരണം അതിന്റെ വിമോചനപരതയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദുർബലരായ അധസ്ഥിതരായ ജനവിഭാഗങ്ങളെയും അവർ ജീവിക്കുന്ന ദേശങ്ങളെയും സമ്പൂർണ്ണ വിമോചനത്തിലേക്ക്, ഭൗതികവും പാരത്രികവുമായ വിമോചനത്തിലേക്ക് കൊണ്ടുവന്ന ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദുർബലരായ, അടിച്ചമർത്തപ്പെട്ട, അധിനിവേശത്തിന് വിധേയമായ ഒരു ജനത രണ്ടു കൈയും നീട്ടി ഈ ആദർശത്തെ സ്വീകരിച്ചപ്പോ നിങ്ങൾ ഭൗതിക വിമോചനത്തിന്റെ ആദർശമാണെന്ന് പടപ്പാട്ട് പാടിയ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് കമ്മ്യൂണിസം ഒരു ഭൗതിക പ്രത്യയശാസ്ത്രമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അത് യൂറോപ്പിലെ ഫാക്ടറിയിൽ മാത്രം ഡിസൈൻ ചെയ്ത ഒരു ആദർശമാണ്. അത് സാർവലൗകികമല്ല, സമ്പൂർണമല്ല. സാർവലൗകികവും അതുപോലെ സമ്പൂർണവും സമത്വവും അതുപോലെ സന്തുലിതത്വവും ലോകത്തിന് വാഗ്ദാനം ചെയ്തതല്ല. അതുകൊണ്ട് അത് തകർന്ന ചരിത്രം ലോകത്തിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യങ്ങളടക്കം. ആ ഉക്രൈന്റെ അതിർത്തിയിൽ സോവിയറ്റ് യൂണിയൻ, ഇപ്പോൾ റഷ്യ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉക്രൈനിലെ ഒരു ഭാഗത്ത് അവിടെ JCB ഉപയോഗിച്ചുകൊണ്ട്, ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുമ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് മനുഷ്യന്റെ തലയോട്ടികൾ കാണുകയാണ്, അസ്ഥികൂടങ്ങൾ കാണുകയാണ്. അങ്ങനെ ചരിത്രം പറയുകയാണ്. ഈ യുക്രൈനിൽ കഴിഞ്ഞ വർഷത്ത് കണ്ടെടുത്ത ഈ തലയോട്ടികൾ കമ്മ്യൂണിസ്റ്റ് ഭരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ നടപാടിയപ്പോ നിരപരാധികളായ ആളുകളെ കുഴിച്ചുമൂടിയതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ലോകത്ത് കണ്ടെടുക്കപ്പെടുന്ന കിരാതമായ ഒരു പ്രത്യയശാസ്ത്രത്തിന് എങ്ങനെയാണ് ദൈവികമായ പ്രത്യയശാസ്ത്രത്തോട് മുഖാമുഖം നിൽക്കാൻ കഴിയുക എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ലോകത്ത് മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മീത വിപ്ലവത്തിന്റെ വായാടിത്തങ്ങൾ ലോകത്ത് ഉദ്ഘോഷിച്ച ഒരു പ്രത്യയശാസ്ത്രം ബോൾഷെവിക് റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കേവല വിപ്ലവം മാത്രമല്ല, മനുഷ്യ രക്തങ്ങൾ കൊണ്ട് പുഴപ്പാട്ട് പാടിയ ചരിത്രമാണ് കമ്മ്യൂണിസത്തിന് പറയാറുള്ളത്. എത്ര കോടി കൊന്നു എന്നതിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. കൊന്നിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം, കൊന്നിട്ടില്ല എന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാർ പോലും അംഗീകരിക്കുന്നില്ല. എത്ര കോടി കൊന്നു എന്നതാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾക്ക് മീതെ തങ്ങൾ സ്ഥാപിച്ച സാമ്രാജ്യങ്ങൾ, തങ്ങൾ സ്ഥാപിച്ച അധികാരത്തിന്റെ കൊട്ടകൊത്തളങ്ങളെല്ലാം തകർന്നു തരിപ്പണമായ ചരിത്രം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകം നോക്കി നിൽക്കെ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ മധുര മനോഹര സോവിയറ്റ് യൂണിയന് സ്തുതിഗീതം പാടിയ, അവിടെ നിറങ്ങുന്ന എല്ലാം പരിശുദ്ധമാണെന്ന് കരുതി തൊക്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന, അവിടെ നിന്ന് വായിച്ചിരുന്ന സാഹിത്യമെല്ലാം സാർവലൗകികമാണെന്ന് വിശ്വസിച്ച് വീടുവിടാന്തരം കയറി പ്രബോധനം ചെയ്തിരുന്ന, അവിടെ നിറങ്ങുന്ന എല്ലാം വിശുദ്ധമാണെന്ന് ഉദ്ഘോഷിച്ചിരുന്നവർക്കെങ്കിലും അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യയശാസ്ത്രം എന്തുകൊണ്ട് ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് ചോദിച്ചാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നവോദയം മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായി തന്നെ
ഈ ആദർശത്തോട്, ഈ ആശയത്തോട് ഈ പ്രത്യയശാസ്ത്രം കലയിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആശയപരമായ സംവാദങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കൊരു സഹകരണമില്ല. കാരണം അവർ മതമൗലികവാദികളാണ്, ഭീകരവാദികളാണെന്ന് പറയുമ്പോൾ അതെപ്പോൾ മുതലാണ്? 2019 മുതലാണ് ഇതാരംഭിക്കുന്നത്. 2019 വരെ ജമാഅത്തെ ഇസ്ലാമി മതേതരവാദികളാണ്. അവർക്ക് സാമ്രാജ്യത്വത്തിനെതിരെയും ഫാസിസത്തിനെതിരെയും നിലപാടുള്ള, ആഗോള ദേശീയ ബന്ധങ്ങളുള്ള, അതുപോലെ എല്ലാ വിഷയങ്ങളിലും നിലപാടുകളുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ നമ്മളെല്ലാം കണ്ടതാണ്. പിന്നെന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളായത്? കേരളത്തിൽ, ഇന്ത്യയിൽ ഫാസിസം ഇല്ലാതെയാവാൻ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥത്തിൽ അന്ത്യം കുറിക്കാൻ, ഇന്ത്യ ദേശീയ രാഷ്ട്രീയത്തെ പരിശോധിച്ചാൽ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കാണ് സാധിക്കുക എന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമി എടുത്തു. ആ നിലപാട് തന്നെയാണ് CPM എടുത്തത് കേരളത്തിന് പുറത്ത്. അപ്പൊ കേരളത്തിന് പുറത്ത് അവർക്കുള്ള 3 എംപിമാരുണ്ട്. ദിണ്ടിഗൽ, തമിഴ്നാട്ടിലെ മധുരയിലും ദിണ്ടിഗലിലും. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന എംപിമാരാണ്. രാജസ്ഥാനിലെ സിക്കറിൽ അവർ ജയിച്ചു വന്ന MP ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി വോട്ടിൽ ജയിച്ചു വന്ന MP-യാണ്. മുർഷിദാബാദിൽ എല്ലാ അധിക സീറ്റുകളിലും TMCക്ക്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോ മുർഷിദാബാദിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് പോളിറ്റ് ബ്യൂറോ മെമ്പർ സലീം എന്ന് പറയുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് നിഷേധിക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ ഇത് നിഷേധിക്കണം. അത് നിഷേധിച്ചാൽ എന്താണ് സംഭവിക്കുക? മംഗലാപുരം ജംഗ്ഷനപ്പുറം, അതുപോലെ തന്നെ വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറം ഞങ്ങളുടെ പാർട്ടി ഇല്ല എന്ന് പ്രഖ്യാപിക്കലാണ്. അതിനുള്ള ആർജവമെങ്കിലും നിങ്ങൾ കാണിക്കുക. എങ്കിൽ അത് സത്യസന്ധമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. വേറെന്ന് പറയുന്നത്, ഞങ്ങൾ അത് തെളിവ് സൈന്യം പുറത്തു വന്നപ്പോൾ അവർ പറയാൻ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടാവാം, പിന്തുണ നേടിയിട്ടുണ്ടാവാം. അത് രാഷ്ട്രീയമാണ്, ജനാധിപത്യമാണ്. ഞങ്ങളൊരു സഹകരണമില്ല എന്നാണ് 2019 ശേഷം, അല്ലെങ്കിൽ 19 ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന NRC വിരുദ്ധ സമരങ്ങളുടെ പ്രിയപ്പെട്ടവരെ. അലയൻസ് അഗൈൻസ്റ്റ് NRC CAA എന്ന് പറയുന്ന ഒരു മുന്നണി തന്നെ ആന്ധ്രയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഡൽഹിയിലുണ്ട്, കേരളത്തിലും അത് രൂപീകരിച്ചിട്ടുണ്ട്. ഇതാരൊക്കെയാണുള്ളത്? ആന്ധ്രയിൽ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൽ CPM ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അതുപോലെ രാജസ്ഥാനിൽ ഈ മുന്നണിയെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ അതിൽ ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും CPM-ന്റെയും നേതാക്കന്മാർ ഒരുമിച്ച് വേദി പങ്കിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. സുൽത്താൻ ബത്തേരിയിലും അതുപോലെ കോഴിക്കോടും വയനാടും ഒക്കെയുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 വർഷം മുമ്പുള്ള പ്രക്രിയകൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒരുമിച്ച് സഹകരിച്ചതിന്റെ മായാത്ത ഫോട്ടോകൾ നമ്മൾ എത്ര മറച്ചു വെച്ചാലും സോഷ്യൽ മീഡിയകളിൽ ധാരാളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കളവ്, വ്യാജം ഇതുപോലെയുള്ള വ്യാജമാണ്. ഒരു 6 വർഷം കൊണ്ട് സംഭവിച്ച ഒരു പ്രക്രിയ ഏറ്റവും വലിയ കളവായി അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യാജമുണ്ടല്ലോ. ആ വ്യാജത്തെക്കാൾ വലിയ വ്യാജമാണ് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ കേരളത്തിൽ CPM ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഇത് CPM-നോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. ഇത് CPM കൂടി മനസ്സിലാക്കി തിരുത്തേണ്ടതാണ്. നിങ്ങളുടെ കാലിനടിയിലുള്ള മണ്ണാണ് ഒലിച്ചു പോകുന്നത്. പാർട്ടി സമ്മേളനങ്ങളിലുള്ള അവലോകനങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ പാർട്ടിയിലെ സാധാരണ അടികൾ BJP-യിലേക്ക് ഒഴുകുന്നുവെന്ന് റിപ്പോർട്ടിലുണ്ട്. കാരണം എന്നാൽ നിങ്ങളത് പുറത്തു വിട്ടിട്ടില്ലെങ്കിലും സത്യമായി പരിശോധിച്ചാൽ, സത്യസന്ധമായ ഓരോ നാട്ടിലെയും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ എങ്ങനെ ചോരുന്നു എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് BJP-യിലേക്കാണ് പോകുന്നത്. കാരണം മൃദു ഹിന്ദുത്വം സ്വീകരിക്കുമ്പോൾ അതിന്റെ ഒരു ടീമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ല വീര്യമുള്ള, ഏറ്റവും ഡോസ് കൂടുതലുള്ള ഒരു വീര്യമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് അവർ കാലുമാറും സ്വാഭാവികമാണ്. നേതാക്കന്മാർക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല, തടഞ്ഞു നിർത്താൻ കഴിയില്ല. നിങ്ങൾ ഇടക്കിടക്ക് വർഗീയത പ്രസംഗിച്ചാൽ, ഇടക്കിടക്ക് ഇസ്ലാമോഫോബിയ പ്രചരിച്ചാൽ ഇതിനേക്കാൾ നല്ലത് മറുഭാഗത്താണെന്നാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സംഘപരിവാർ നേതാക്കന്മാർ ടെലിവിഷന്റെ മുന്നിലില്ല, പത്രമാധ്യമങ്ങൾ അവരുടെ പ്രസ്താവനയില്ല, വിഷ്വൽ മീഡിയകളിൽ അവരുടെ ചിത്രങ്ങളില്ല. കാരണം എന്നാൽ അവർക്ക് പണിയില്ല, അവർക്ക് പറയാൻ വാക്കുകളില്ല, അവർക്ക് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം അവർ ദുർബലപ്പെട്ടു പോയി. തങ്ങൾ പറയേണ്ടത് തങ്ങളെക്കാൾ വീര്യത്തിൽ, തങ്ങൾ പ്രസ്താവിക്കേണ്ടത് തങ്ങളെക്കാൾ വലിയ വായിൽ കേരളത്തിൽ പ്രസ്താവിക്കുന്നത്
CPM ആയി പോയി എന്നത് BJPക്ക് പോലും അവരുടെ അവസരം നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കാലിനടിയിലുള്ള അടിസ്ഥാന വർഗത്തിന്റെയും നിങ്ങൾ നിലയുറപ്പിച്ച ഒരു പ്ലാറ്റ്ഫോമിന്റെയും ചിഹ്നിച്ചു തരുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായി നിങ്ങൾ വർത്തിക്കുമെന്നതാണ്. കാരണം അതിന്റെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ ലോക്സഭയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിഷ്പക്ഷമായി കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവർക്ക് ഇത് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുകൂടിയാണ് പറയുന്നത്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന CPM അനുഭാവികളോ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ സത്യസന്ധമായി കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ പരിണാമത്തെ സത്യസന്ധമായി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. അത് തിരുത്തണം. ജീവൻ കൊടുത്തും രക്തം കൊടുത്തും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയപ്പോ വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ചേർത്ത് പിടിച്ച ഒരു സഹോദര്യത്തിന്റെ ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിന്റെ മേന്മയിലാണ് നമ്മളൊന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനടിവേറിക്കുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന, അതിന്റെ തലയിറക്കുന്ന, അതിന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന സമീപനം ആര് സ്വീകരിച്ചാലും അവരെ എതിർക്കേണ്ടത്, അവരെ ചോദ്യം ചെയ്യേണ്ടത്, അവരോട് നോ എന്ന് പറയേണ്ടത് കാലഘട്ടത്തിൽ നീതിബോധമുള്ള, നന്മയെ സ്നേഹിക്കുന്ന, മനസ്സാക്ഷി ബന്ധിക്കാൻ കഴിയാത്ത ജനങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ വിഷയം ആർജവത്തോടുകൂടി കേരളത്തിന്റെ തെരുവിൽ ഉന്നയിക്കുന്നത്. നിങ്ങൾ തിരുത്തണം, കേരളത്തിനെ തിരിച്ചുപിടിക്കണം, ഒന്നിച്ച് തിരിച്ചുപിടിക്കണം. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായി സഹകരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരാശയത്തിന്റെ അടിത്തറയിലാണ് സഹകരിച്ചിട്ടുള്ളത്. അതൊന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധതയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയ ഫാസിസ്റ്റ് വിരുദ്ധമാണ്. ഈ ഫാസിസ്റ്റ് വിരുദ്ധതയുടെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും അടിസ്ഥാനത്തിലാണ് CPM-മായി സഹകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഇന്നും ആ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്. CPM അത് ഉപേക്ഷിച്ചോ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവർക്ക് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആശയം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കേണ്ട ആശയമാണ്. കാരണം നമുക്ക് സാഹോദര്യത്തോടുകൂടി വരും തലമുറക്ക് ജീവിക്കേണ്ട മണ്ണിനെ വിഷലിപ്തമായ വെള്ളം ചേർത്ത് മലീമസമാക്കി അതിനൊരു ജീവിതം ഒരിക്കലും അസംഭവ്യമാക്കി അസാധ്യമാക്കി തീർക്കുന്ന പ്രക്രിയകൾ നിങ്ങളുടെ വാക്കുകൊണ്ട്, നിലപാടുകൊണ്ട്, നിങ്ങളുടെ പത്രപ്രസ്താവനകളെ കൊണ്ട്, നിങ്ങളുടെ പത്രമാധ്യമങ്ങളിലൂടെ, നിങ്ങളുടെ ബുദ്ധിജീവികളിലൂടെ, നിങ്ങളുടെ ടെലിവിഷൻ ചർച്ചകളിലൂടെ വരുമ്പോ അരുതെന്ന് പറയാൻ ആർജവമുള്ള മുഴുവൻ മനുഷ്യരും നിൽക്കേണ്ട കാലത്താണ് ഈ സമ്മേളനം, ഈ പൊതുയോഗം, അതുപോലെ തന്നെ ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരും ഈ ആശയത്തോടുകൂടി ഈ സൗഹാർദ്ദത്തിന്റെയും സാമർത്ഥ്യത്വത്തിന്റെയും അതിനെ തിരിച്ചുപിടിക്കാനുള്ള സമരമുറകളുമായി നിങ്ങളും ചേർന്ന് നിൽക്കണം. പറ്റുമെങ്കിൽ ഈ പ്രസ്ഥാനത്തെയും ആശയത്തെയും ആരോപണങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി സത്യസന്ധമായി ഒരാവർത്തി പഠിക്കാനും വായിക്കാനും നിങ്ങൾ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.